സർവശക്തനായ ദൈവം നമ്മൾ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം എന്നെ ദൈവം നൽകിയത് ഓർക്കുക ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. സ്തോത്രം. വായിച്ച സങ്കീർത്തനം ഭയങ്കര ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഹല്ലേലൂയ ഒരു വലിയൊരു സങ്കീർത്തനമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. സ്തോത്രം. ഏകദേശം നമ്മളൊരു 4 മാസത്തിന് ഇപ്പുറം വെച്ച് ഹല്ലേലൂയ ഒരു കുടുംബം എന്നൊരു വിഷയത്തെ കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ അങ്ങേ ആഴ്ച ചിന്തിച്ചു നിർത്തി ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട തലമുറ നമുക്കുണ്ടാകണം. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമ്മൾ ഇപ്രകാരം പറഞ്ഞു, വൈരാഗ്യം പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. സ്തോത്രം. അത് യൂട്യൂബിൽ ആ മെസ്സേജ് ഉണ്ട്. അടുത്ത ഹല്ലേലൂയ 2ാമത് സെക്ഷനിൽ നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ അപകടം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് സ്തോത്രം ഹല്ലേലൂയ സംസാരിച്ചത്. സ്തോത്രം. അതിനുശേഷമായി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ആരാധനയില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ അതിന്റെ 4ാമത് വാക്യം ഒന്ന് വായിച്ചേട്ടെ. 4ാമത് വാക്യം. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. യഹോവ ആരാണ്? നീതിമാനായിരിക്കുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. കെട്ടപ്പെട്ടവരാണ് എങ്കിൽ ഇന്ന് രാത്രി അറുത്ത് കളയുവാൻ, കയറുകളെ അറുത്തു കളയുവാൻ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കെട്ടപ്പെട്ടവന് മാത്രമേ അറിയാവൂ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. സ്തോത്രം. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവൻ അവൻ ആ കെട്ടുമായി ആ ബന്ധനമായി ഇരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയില്ല. സ്തോത്രം. അവന്റെ ആഗ്രഹം വിടുതലാണ്. അങ്ങനെയെങ്കിൽ ഇത് രാത്രി ഒരു വിടുവിക്കപ്പെടുന്ന ഒരു ജനതയായി മാറുവാൻ ഹല്ലേലൂയ വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ പ്രതീക്ഷിച്ച് നമ്മളായിരിക്കണം. ഈ മെസ്സേജ് കഴിയുമ്പോൾ, ഈ ആരാധന കഴിയുമ്പോൾ വിടുതൽ പ്രാപിക്കാത്ത ആരും തന്നെ ഉണ്ടാകരുത്. അവരുടെ കെട്ടുകളെ ദൈവം അറുത്ത് കളയണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ആര് രചിച്ചതിനെ കുറിച്ച് സ്തോത്രം ആർക്കും ഒരു ഐഡിയയുമില്ല. സ്തോത്രം. ആരാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇസ്രായേൽ പ്രവാസത്തിൽ കടന്നുപോയപ്പോൾ പ്രവാസം അല്ലെങ്കിൽ അടിമത്വം അനുഭവിച്ച ഒരുവൻ തിരിഞ്ഞ് ഹല്ലേലൂയ ദൈവം വിടുവിച്ച് അവൻ പ്രവാസത്തിൽ നിന്ന് മാറ്റി, അടിമത്വത്തിൽ നിന്ന് മാറ്റി സ്വന്തം ദേശത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ പുറകിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്ന ചില ചിന്തകളാണ് ഹല്ലേലൂയ ഈ സംഗീതത്തിനകത്ത് ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടത്തിലും അടിമത്വത്തിലും പരിഹാസത്തിലും നിന്ദയിലും സ്തോത്രം ഹല്ലേലൂയ ഉണ്ടായിരുന്ന ജനത്തിന് ദൈവം മടക്കി വരുത്തി അവർക്ക് സ്വന്തമായ ദേശത്തേക്ക്, സ്വദേശത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. സ്വന്തം ദേശത്തേക്ക് ഇനി ഞങ്ങൾ കൊണ്ട് വരുവാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് സ്വന്തം ദേശത്തേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചിടത്ത് അവിടെ ചിന്തകളെയും അവിടെ നിലവാരങ്ങളെയും ഹല്ലേലൂയ തകിടം മറിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കുവാൻ ഇടയാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വഴി പോക്കനും കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കുകയില്ല എന്ന് ചിന്തിച്ചെടുത്ത് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, സുഹൃത്തുക്കളില്ല, വഴി പോകുന്നവരാരും തന്നെ ഹല്ലേലൂയ എന്നിടത്ത് ഒരു കാര്യവും സംസാരിക്കുകയില്ല എന്ന് സ്തോത്ര ഹല്ലേലൂയ അവൻ വാവൊത്തിയിരുന്ന ജനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരെ വിടുവിക്കുവാൻ ഒരു ദൈവം എഴുന്നേൽക്കുവാൻ. സ്തോത്രം. കഷ്ടതയുണ്ട്, രോഗമുണ്ട്, പ്രതികൂലമുണ്ട്, പക്ഷേ അതിന് ആയുസ് കുറവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിലും ഞാനും നിങ്ങളും ദൈവത്തെ പാടിപ്പുകഴ്ത്തുമ്പോൾ കഷ്ടത നമുക്ക് ഗുണമായി തീരും. സ്തോത്രം.
രോഗാവസ്ഥയിലും ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിടുതൽ നൽകി നമ്മെ രക്ഷിക്കുവാൻ ഇടയാത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, വസ്ത്രമില്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമായിരിക്കും. അത് ദൈവത്തിന്റെ കരുതലാണ് എന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവിക കരുതലിനെ കുറിച്ച് വ്യക്തമായി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കൾ അവർ ബാബിലോൺ പ്രവാസത്തിലേക്ക് കടന്നുപോയി. സ്തോത്രം. അവർ ഹല്ലേലൂയ അശൂരിന്റെ കടന്നുകയറ്റങ്ങൾ, നമുക്ക് ഒത്തിരി ജാതികളുടെ ഹല്ലേലൂയ പ്രശ്നങ്ങൾ കടന്നു വന്ന് അവരെല്ലാവരും വല്ലാത്ത പ്രതികൂലങ്ങളിൽ കടന്നുപോയിട്ട് ഇസ്രായേൽ മക്കൾ മടങ്ങി സ്വന്തം ദേശത്തേക്ക് ഇനി ഒരിക്കലും സ്വന്തം ദേശം കാണുകയില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഉറച്ചുപോയി. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരുടെ ഉറപ്പുകളെ തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി സ്വർഗത്തിലെ ദൈവം അവരെ സ്വന്തം ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യാത്ര. സ്തോത്രം. സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ അതിൽ ഒരുവൻ എഴുന്നേറ്റ് പാടിയൊരു പാട്ടാണ് ഈ പാട്ട്. സ്തോത്രം. നമുക്കറിയാം, മിരിയാമിനെ കുറിച്ചറിയാം. ചെങ്കടൽ കടന്ന മിരിയാം, അത്ഭുതം കണ്ട മിരിയാം. സ്തോത്രം. ഫറവോനും കൂട്ടരും ഈയം പോലെ വെള്ളത്തിൽ താഴ്ന്ന കാഴ്ച കണ്ടിട്ട്, രഥങ്ങളും കുതിരകളും സൈന്യങ്ങളും വെള്ളത്തിൽ താഴ്ന്ന കണ്ടിട്ട് മിരിയാം തപ്പെടുത്ത് ആരാധിച്ചു. സ്തോത്രം. ഒരു ചരിത്രകാരൻ ഇങ്ങനെ പറയുന്നു, മിരിയാം സ്തോത്രം ചെങ്കടൽ കടന്നതിന് ശേഷമല്ല ആരാധിക്കേണ്ടത്, ചെങ്കടലിൽ വെച്ച് തന്നെ ആരാധിക്കണം. സ്തോത്രം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലങ്ങൾ വന്നതിന് ശേഷമല്ല, പ്രതികൂലങ്ങൾ വരുന്നതിന് മുന്നമേ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുന്നതിന് മുന്നമേ തപ്പെടുത്ത് മിരിയാം ആരാധിച്ചിരുന്നു എങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എത്രയും വേഗത്തിൽ അവർക്ക് കനാൻ ദേശം സ്വന്തമാക്കുവാൻ കഴിയുമായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നതിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം ചില സിഗ്നലുകൾ തരാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് സ്തോത്രം. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ 2:30-ക്കോ 3:30-ക്കോ 4 മണിക്കോ ഒക്കെ നമ്മൾ ആരോ വിളിച്ചു നടത്തുന്നത് പോലെ അപ്പൊ നമ്മൾ ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ ആ ഉറക്കം വരാത്തത് കൂടെ മൊബൈലിൽ നോക്കിയാൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഹല്ലേലൂയ സ്തോത്രം അതും ഇതും പറഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. സ്തോത്രം. അത് അങ്ങനെയല്ല. ദൈവം നമ്മെ വിളിച്ചുണർത്തുന്നത് അത് നമുക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, വേറിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഹല്ലേലൂയ ഒരു അവസരമാണ്. ആ അവസരം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. ഇനി രാത്രിയിൽ ഹല്ലേലൂയ ഉറക്കം വരാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി. ദേശത്ത് എന്തോ സംഭവിക്കുവാൻ പോകുന്നു. സ്തോത്രം. ആ പ്രിയ രാഘവൻ മാമൻ മരിക്കുന്നതിന് തലേദിവസം ശനിയാഴ്ച എനിക്ക് 2 മണി തൊട്ട് ഉറക്കമില്ല. സ്തോത്രം. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് കസേരയിട്ടിരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം ഇരുട്ടാണ്. ഈ വീട്ടിൽ മാത്രം ലൈറ്റ് ഉണ്ട്, തൊട്ട് താഴെ ലൈറ്റ് ഉണ്ട്, പക്ഷെ അങ്ങ് അറ്റത്തെ വീട്ടിൽ ലൈറ്റ് ഇല്ല. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ രാഘവ മാമൻ പ്രാർത്ഥനയ്ക്ക് വല്ലതും പോയതായിരിക്കുമെന്ന്. സ്തോത്രം. പക്ഷെ അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് മരണപ്രളം കടന്നു വരുന്നത്. സ്തോത്രം. ആ മനുഷ്യന്റെ പ്രത്യേകം നോക്കണമേ. ഹല്ലേലൂയ. മരിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, 15 മിനിറ്റ് മുമ്പ് അദ്ദേഹം ശക്തമായി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ച ശേഷമാണ് ആ മകളുടെ മുഖത്ത് നോക്കി സ്തോത്രം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷമായി നല്ലൊരു മരണം ലഭിക്കുകയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർമാർക്കൊക്കെ അതിശയമായത്. കാരണം ഒരു 10 മിനിറ്റ് മുമ്പ് വരെ നല്ല ശക്തമായി പ്രാർത്ഥിച്ചിട്ടാണ് ഹല്ലേലൂയ ആ മനുഷ്യ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് എന്ന് പറഞ്ഞത്. ദൈവം തരുന്ന അവസരങ്ങൾ ഹല്ലേലൂയ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. രാത്രിയിൽ ഉറക്കം വരാത്ത സമയത്ത് ഹല്ലേലൂയ മൊബൈൽ കാണുവാനല്ല, അതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ദേശത്തെയും തലമുറകളെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട്, സഭയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു കോട്ടയായി തീരുവാൻ ഇടയായി തീരും. കുടുംബത്തിനകത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ദേശത്തിനകത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ ദേശത്തെ ദൈവം നശിപ്പിക്കുകയില്ല എന്ന് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം. ഹല്ലേലൂയ സ്തോത്രം. ലോത്തിനോട് പറഞ്ഞൊരു വാഗ്ദത്തം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദേശത്തിന്റെ കാവൽക്കാരനായിട്ടാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥന വരം ലഭിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥന
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോകുവാനല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുകയും ദൈവം ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ സംസാരിക്കുന്നത് ശരിയല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമുക്ക് മറുപടി തരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നാളുകൾ മറുപടിയുടെ പ്രാർത്ഥനകൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ സ്വർഗം തുറന്നുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കാതുകളെ അടപ്പിക്കുന്ന വിശാലമുണ്ട്, എന്നാൽ കാതുകളെ തുറപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. സ്തോത്രം. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. വായിച്ചാട്ടെ. യഹോവ നീതിമാനാകുന്നു. യഹോവ നീതിമാനാകുന്നു. ദൈവം ആരാകുന്നു? നീതിമാനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം ന്യായത്തെ കേൾക്കുന്ന ദൈവമാണ്. ന്യായം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. സ്തോത്രം. ദൈവം ആരാണ്? നീതിമാനാകുന്നു. നീതി വിട്ട് അനീതി പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരാകുന്നു? നീതിമാനാകുന്നു. അടുത്ത് അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദുഷ്ടന്മാരുടെ കയറുകളെ ദൈവം അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അറുത്ത് കളയുമെന്നല്ല, അറുത്ത് കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അവൻ കെട്ടിയ സകല കെട്ടുകളെയും ദൈവം അഴിച്ചില്ല, ദൈവം അതിനെ അറുത്തു കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു കെട്ടിപ്പൊക്കിയ ചില രോഗങ്ങൾ, ശത്രു കെട്ടിപ്പൊക്കിയ ചില ദാരിദ്ര്യങ്ങളെ, ആ കയറുകളെ സ്വർഗത്തിലെ ദൈവം അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ അത് സ്വന്തം കണ്ണുകളാൽ കാണുവാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൻ ശത്രു കെട്ടിപ്പൊക്കിയ സകല കയറുകളെ, സകല ആധിപത്യങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ കെട്ടിയ കെട്ടുകൾ ആ യേശുവിന്റെ നാമത്തിൽ യേശുവിനെ അഴിക്കുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവൻ കെട്ടിയ സകല കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ സ്വർഗ്ഗമഴിക്കുക. ഒരു മനുഷ്യൻ അഴിക്കുവാൻ കഴിയാത്തത്, ഒരു യോദ്ധാവിന് അഴിക്കുവാൻ കഴിയാത്തത്, ഒരു രാജാവിന് അഴിക്കുവാൻ കഴിയാത്തത്, രാജാവായിരിക്കുന്ന സർവശക്തനായ ദൈവം ആ കയറുകളെ അറുത്തറിഞ്ഞിരിക്കുക. ഇരുവാൾത്തലയുള്ള വാളുള്ള ദൈവം, ആ ദൈവം പറയാം മൂർച്ചയുടെ വാളുമായിട്ട് അവൻ ശത്രു കെട്ടിയ സകല കെട്ടുകളെ അവൻ അറുത്തു കളഞ്ഞു. മാത്രം. ഹല്ലേലൂയ. ബന്ധനസ്ഥനായിരുന്നവന്റെ ബന്ധനങ്ങൾ മാറിയപ്പോൾ അവന് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാൻ യാത്രൂ. എങ്ങനെ ആരാധിച്ചു? തുള്ളിച്ചാടി അവൻ ആരാധിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവൻ കെട്ടപ്പെട്ടവൻ അവന്റെ കെട്ടുകൾ അറുത്തു കളഞ്ഞാൽ അവൻ കെട്ടുകൾ എന്നേക്കുവാൻ ഹല്ലേലൂയ അവൻ അറുക്കപ്പെട്ടവന് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ കരങ്ങളെ അടിക്കുവാൻ യാത്തിരും. അവൻ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവൻ ശത്രു കെട്ടിയത് കയ്യിലായിരിക്കാം, ശത്രു കെട്ടിയത് കാലിലായിരിക്കാം, ശത്രു കെട്ടിയത് അവൻ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലായിരിക്കാം. പക്ഷെ ആ കെട്ടുകളെ സ്വർഗത്തെ ദൈവം അറുത്ത് കളഞ്ഞപ്പോൾ അവർ കരങ്ങളെ തട്ടി ആരാധിച്ചു. ഹല്ലേലൂയ. അവർ കാലുകളോട് നൃത്തം ചവിട്ടി ആരാധിച്ചു. അവരുടെ നാവിന്റെ കെട്ട് മാറിയപ്പോൾ അവൻ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആരാധനയുടെ പ്രത്യേകത അവ കെട്ടഴിയപ്പെട്ട ജനത്തിന്, ഇരുട്ടിന്റെ ജനത്തിന് അത്ഭുത പ്രകാശം കണ്ടപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. അവർ ദൈവത്തെ ആരാധിക്കുവാൻ യാത്രൂ എന്ന്. സ്തോത്രം. ബന്ധനം അഴിഞ്ഞാൽ അവരൊരു ആരാധനയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ഒരുവന്റെ ജീവിതത്തിൽ ബന്ധനം അഴിഞ്ഞാൽ, ചില കെട്ടുകൾ ദൈവം അറുത്തു കളഞ്ഞാൽ, ഒന്നാമത് അവനിൽ നിന്ന് അവന്റെ ഭയപ്പാട് മാറും. സ്തോത്രം. ഇന്ന് രാത്രി കെട്ടപ്പെട്ടവൻ ഒരു ഭയപ്പാടുണ്ട്. ഹല്ലേലൂയ. കെട്ടപ്പെട്ടവൻ എപ്പോഴും ഭയന്നിരിക്കും. അവന് ഇരുട്ടിന്റെ ഭയമാണ്. ഹല്ലേലൂയ. നിരവധി പേർക്ക് ഇരുട്ടിന്റെ ഭയമാണ്. ഇരുട്ട് അത് അർദ്ധരാത്രിയാണ്, അത് കൂരിരുട്ടാണ്. ഹല്ലേലൂയ. ഇരുട്ടെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഇരുട്ട് ഒരു വിഷയമേ അല്ല. അവർ ഇരുട്ടത്തും ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൂതന്മാരുടെ സാന്നിധ്യം അവിടെ വന്നപ്പോഴേക്കും ഹല്ലേലൂയ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ ഇടയാത്തുന്ന അനർത്ഥം അവരുടെ അധരങ്ങൾ ഹല്ലേലൂയ
അവർ തുറന്ന് കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ അവർ നൃത്തം ചെയ്ത് ആരാധിച്ചു. അവൻ അവരുടെ സകല കെട്ടുകളും അഴിയുവാനിടയാത്തുന്നു. ഇന്ന് രാത്രി കെട്ടപ്പെട്ടവൻ വെറുതെ ഇരിക്കത്തില്ല. അവൻ ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ അവന് പറയുവാനുണ്ട് ഹല്ലേലൂയ, ഇതൊരു മാറ്റത്തിന്റെ ദിവസമാണ്. സകല ഭയപ്പാടുകളും ദൈവനെ മാറ്റിയെന്ന സ്തോത്രം. ഇത് ഭയത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കെട്ടുകളേക്കെയും അടിച്ചു മാറ്റും. സ്തോത്രം. ഇവിടെ നോക്കണമേ, സ്തോത്രം. ഇസ്രായേൽ ജനം അവർ പറയുന്നു, ഞങ്ങൾ കെട്ടപ്പെട്ടവരായിരുന്നു. ആരാ ഞങ്ങളെ കെട്ടിയത്? ഇസ്രായേൽ മക്കൾ ആരാ കെട്ടിയത്? അയ്യോ, ദുഷ്ടന്മാർ. ശാലേവിന് ഇവിടെ കിട്ടി. സ്തോത്രം. മുട്ടത്ര ഇരുന്ന ശാലേവിന് ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ അടിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഈ മെസ്സേജ് ബഹുദൂരം കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോട് സ്തോത്രത്തോടെ ഇരിക്കണം. ഈ മെസ്സേജ് വിശാലിന് ഇഷ്ടപ്പെടുന്ന മെസ്സേജ് അല്ലേ ഇത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നൊരു ദൈവം, നമ്മുടെ കെട്ടുകളെ അറുത്ത് കളഞ്ഞ ദൈവം. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആരാണ് കെട്ടിയത്? ദുഷ്ടൻ. ആരാണ് അറുത്തത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിര്. യഹോവ നീതിമാനാകുന്നു. യഹോവ നീതിമാനാകുന്നു. അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞു. സ്തോത്രം. അപ്പൊ കെട്ടിയത് ദുഷ്ടനും അറുത്തത് സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടനെയാണോ ഇഷ്ടം? നീതിമാനെയാണോ ഇഷ്ടം? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടൻ നമ്മെ കെട്ടും, ദുഷ്ടൻ നമ്മെ ചതിക്കും, ദുഷ്ടൻ നമ്മെ അപരാധങ്ങൾ പറയും, ദുഷ്ടൻ നമ്മെ നശിപ്പിക്കുവാൻ തന്ത്രങ്ങൾ ഒരുക്കും. പക്ഷെ നീതിമാൻ അതിനെ അറുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നീതിമാന്റെ പണി കെട്ടുകളെ അറുത്ത് കളയുക, ദുഷ്ടന്റെ പണി കെട്ടുക എന്നത്. സ്തോത്രം. ആരെയാ കെട്ടുന്നത്? എന്നെയും നിങ്ങളെയും. സ്തോത്രം. ആരെയാ ബന്ധിക്കുന്നത്? എന്നെയും നിങ്ങളെയും. അത് ശിംശോനായാലും ശരി, ഗിദെയോനായാലും ശരി, ദാവീദായാലും ശരി, പൗലോസായാലും ശരി, യേശുവായാലും ശരി. സ്തോത്രം. അവരെ കെട്ടും. പക്ഷേ ഹല്ലേലൂയ യേശുവിനെ കെട്ടിയിട്ടും ഹല്ലേലൂയ സ്തോത്രം ആ കെട്ട് സെക്കൻഡുകൾ കൊണ്ട് പൊട്ടിച്ചിറങ്ങുവാൻ ആത്മാവ് അവനെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ മേൽ കെട്ടിയ കെട്ട് ആത്മാവ് വന്നപ്പോൾ അത് ചണനൂൽ പോലെ സ്തോത്രം ദ്രവിച്ചുപോയി. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ പിടിച്ചു കെട്ടുവാൻ വന്നു. ഹല്ലേലൂയ. പക്ഷേ അത് നടന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിന്റെ പരിവർത്തനം നമ്മളിലുണ്ടെങ്കിൽ, ആത്മാവിന്റെ പ്രവർത്തനം നമ്മളിലുണ്ട് എങ്കിൽ ഒരു കെട്ടും നമ്മെ ബാധിക്കത്തില്ല എന്ന്. സ്തോത്രം. ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ. സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നു. വായിച്ച ഭാഗങ്ങൾ വായില്ല. യഹോവ നീതിമാനാകുന്നു. അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ദുഷ്ടൻ എപ്പോഴും കയറുമായിട്ട് വരും. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. നെഹമ്യാവ് 1:2. നെഹമ്യാവ് 1:2. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ആരെ കാണാൻ? നെഹമ്യാവിനെ കാണാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരനായിരിക്കുന്ന ഹനാനിയും യഹൂദ പുരുഷന്മാരായിരിക്കും ചിലരും നെഹമ്യാവിനെ കാണാൻ വന്നു. അടുത്ത് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. ശ്രദ്ധിക്കണേ. ആമേൻ. നെഹമ്യാവ് രാജകൊട്ടാരത്തിനകത്താണ് നെഹമ്യാവായിരിക്കുന്നത്. പാനപാത്രവാഹകനായിരിക്കുന്നു. സ്തോത്രം.
കൊട്ടാരത്തിനകത്ത് തിന്നും കുടിച്ചും സുഖലോലുഭനായിരിക്കുന്ന നെഹമ്യാവ്. ആ നെഹമ്യാവിനെ കാണുവാൻ രണ്ടു കൂട്ടർ വന്നു. സഹോദരനായിരിക്കുന്ന ഹനാനിയും യഹൂദന്മാരിൽ ചില പുരുഷന്മാരും. ശ്രദ്ധിക്കണേ, അവർ വന്നപ്പോൾ നെഹമ്യാവിന് അവരോട് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം, സ്തോത്രം. വർഷങ്ങളായി കാണാത്ത വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ ഞാനും നിങ്ങളും മതിമറന്ന് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. നമ്മുടെ സംസാര കുടുംബ വിഷയമായിരിക്കും, ദേശത്തിന്റെ വിഷയമായിരിക്കും, ആ വിഷയം ഈ വിഷയം, പല പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കും, നമ്മൾ ചർച്ച ചെയ്യും. ഹല്ലേലൂയ, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. പക്ഷേ ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ജനത്തെ കുറിച്ച്, ഹല്ലേലൂയ യെരുശലേമിനെ കുറിച്ചുമാണ് അവർ സംസാരിച്ചത്. യെരുശലേം എന്ന് പറയുമ്പോൾ ആലയത്തെ കുറിച്ചും ആലയത്തിൽ വരുന്ന ജനത്തിന്റെ കഷ്ടതയെ കുറിച്ചും അവർ സംസാരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളാണെങ്കിലും സ്തോത്രം, സ്തോത്രം, നമ്മളാണെങ്കിൽ നമ്മുടെ സംസാരം, സ്തോത്രം, നമ്മൾ ചിരിക്കുന്നു, അതോടെ ഞാൻ നിർത്തിയ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ പോയി മടങ്ങി വരുന്ന ഞാനും നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ആലയത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? ഇവിടെ നോക്കണമേ, അല്ലെങ്കിൽ നെഹമ്യാവിന് സ്വന്തം സഹോദരനും യഹൂദന്മാരിൽ ചിലരെയും കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് പ്രവാസത്തിൽ തെറ്റിപ്പോയ ജനത്തെ കുറിച്ചും, സ്തോത്രം, യെരുശലേം ദേവാലയത്തെ കുറിച്ചും അവൻ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുവാൻ തക്കവണ്ണം, സ്തോത്രം, അവൻ തയ്യാറായി. ആത്മീയ വിഷയങ്ങളിൽ അവൻ ഇടപെടുവാൻ തയ്യാറായി. സുഖലോലുപനായി ജീവിക്കുമ്പോഴും തന്റെ ജനത്തിന് വന്ന പ്രശ്നങ്ങളെ കുറിച്ച്, കഷ്ടതയെ കുറിച്ച് അറിയുവാനുള്ള ഒരു ഹൃദയം അവനുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമേ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത മനസ്സലിയുന്ന ദൈവമാണ്. അതേ മനസ്സലിവ് തന്റെ മക്കൾക്കും വേണമെന്ന് ദൈവത്തിന് നിർബന്ധം. ഹല്ലേലൂയ. തെറ്റി ഒഴിഞ്ഞുപോയ പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ജനത്തിന്റെ സ്ഥിതിയെ കുറിച്ച് ആരാഞ്ഞറിയുവാൻ ഒരു മനസ്സലിവിന്റെ ഹൃദയം നെഹമ്യാവിനുണ്ടായി. സ്തോത്രം. അടുത്ത യെരുശലേം ദേവാലയത്തിന്റെ ശൂന്യതകളെ കുറിച്ച് അറിയുവാനുള്ള ഒരു മനസ്സ് നെഹമ്യാവിനുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവമേ, ഹല്ലേലൂയ, നമ്മളെ നീതിമാനാക്കി മാറ്റുന്നതിന് വേണ്ടി രണ്ട് കാര്യം. ഒന്ന്, തന്റെ ജനത്തെ കുറിച്ചുള്ള ഒരു ആത്മഭാരമുള്ളവനാകണം ഞാനും നിങ്ങളും. രണ്ട്, ആലയത്തിന്റെ ശൂന്യതയെ കുറിച്ച് മനസ്സിലാക്കുന്നവരായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും നീതിമാന്മാരുടെ പട്ടികയിലേക്ക് കയറി വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉപവസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ രണ്ട് കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ഒന്ന്, യെരുശലേം ദേവാലയത്തിന്റെ ശൂന്യത, ആലയത്തിന്റെ ശൂന്യത എന്നത് മനസ്സിലാക്കണം. രണ്ട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിപ്പോയ ജനത്തിന്റെ ഗുണനിലവാരങ്ങളെ കുറിച്ച്, അവർ സുഖമായിരിക്കുന്നുവോ അവർ കഷ്ടത്തിലായിരിക്കണോ എന്ന് ഹല്ലേലൂയ അന്വേഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രണ്ട് സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവം നമ്മെ മാനിക്കുവാൻ. അവർ തമ്മിൽ സംസാരിച്ചത് ആലയത്തെ കുറിച്ചും, രണ്ട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനത്തെ കുറിച്ച്. ഞാൻ സുരക്ഷിതനായിരിക്കുന്നു, എനിക്ക് നല്ല വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, പാർപ്പിട സൗകര്യം, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്റെ ജനം, ആമേൻ, അവർ എങ്ങനെയായിരിക്കുന്നു എന്ന് അറിയുവാനുള്ളൊരു മനസ്സ് നെഹമ്യാവിനുണ്ടായി. സ്തോത്രം. ആ നല്ല മനസ്സിനായി സ്തോത്രം. പലർക്കും ആ മനസ്സില്ല. ഹല്ലേലൂയ. വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ, പ്രതികൂലത്തിലൂടെ കടന്നുപോയ ഒരു ഭക്തനായിരിക്കുന്ന വ്യക്തി നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവൻ ഇയ്യോബ്, അത് യോബിന്റെ പുസ്തകം 19 ആമേൻ ഹല്ലേലൂയ 14 വായിച്ചത്. യോബിന്റെ പുസ്തകം 19:14 നോക്കണമേ. കഷ്ടത എന്ത് എന്ന്
ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാൽ ഇയ്യോബിനോളം കഷ്ടത വന്ന ഒരു വ്യക്തിത്വത്തെ കാണുവാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. പ്രതികൂലങ്ങൾ ഘോഷയാത്രയായി മരണങ്ങൾ, ദാസന്മാർ മരിക്കുന്നു, മക്കൾ മരിക്കുന്നു, മൃഗസമ്പത്ത്, പക്ഷിപറവകൾ, മൊത്തത്തിൽ എല്ലായിടത്തും ആകമാനം സ്തോത്രം ഹല്ലേലൂയ തകർച്ചയുടെ, കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞു വീശുമ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഇയ്യോബ്. സ്തോത്രം. ജീവിച്ചിരിക്കുന്ന ഒരു ഇയ്യോബ്. സകലരും മരിച്ചുപോയി, മക്കൾ മരിച്ചു. ഹല്ലേലൂയ. ദേശത്തെ കഷ്ടതകൾ, പ്രതികൂലങ്ങൾ, ഈ കഷ്ടതയുടെ ഇടയിലും ജീവിച്ചിരിക്കുന്ന ഒരു ഇയ്യോബ്. വായിച്ചാട്ടെ. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. ശ്രദ്ധിക്കണം. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. ശ്രദ്ധിക്കണേ. എന്റെ ബന്ധുജനം എന്ത് ചെയ്തു? ഒഴിഞ്ഞ് മാറി. അടുത്ത എന്റെ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. സ്തോത്രം. അപ്പൊ നമ്മളുടെ ബന്ധുക്കൾ, സ്തോത്രം, ഒന്ന് നമ്മ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. രണ്ട്, അവർ നമ്മെ മറന്നു കളയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പഠിച്ചപ്പോൾ നെഹമ്യാവിന്റെ ബന്ധുജനം, നെഹമ്യാവിന്റെ സ്നേഹിതന്മാർ, അവർ വന്ന് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ജനത്തെക്കുറിച്ച് ആത്മഭാരത്തോടെ സംസാരിച്ചു. ആലയത്തെക്കുറിച്ച്, സ്തോത്രം, അതിന്റെ ശൂന്യതയെക്കുറിച്ച് എരിവോടെ, ദാഹത്തോടെ അവർ സംസാരിച്ചു. എന്നാൽ ഇയ്യോബിന്റെ ബന്ധുക്കളും ഇയ്യോബിന്റെ സ്നേഹിതന്മാരും ഇയ്യോബ് കഷ്ടത അനുഭവിക്കുമ്പോൾ അവനെ ഒഴിഞ്ഞു മാറി, അവനെ മറന്നു കളഞ്ഞു. സ്തോത്രം. സ്തോത്രം. രണ്ടു കൂട്ടരെ ഞാൻ നമ്മൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. സ്തോത്രം. ഒന്നാമത്തെ കൂട്ടർ, അവർ ആലയത്തെക്കുറിച്ചും പ്രവാസ തെറ്റിപ്പോയ ജനത്തെക്കുറിച്ചും ആകുലതയുള്ള, ആർദ്രതയുള്ള ഒരു കൂട്ടർ. ഇയ്യോബിന്റെ വിഷയത്തിൽ ബന്ധുജനവും സ്നേഹിതന്മാരും ഇയ്യോബിനെ ഒഴിഞ്ഞു മാറി, ഇയ്യോബിനെ മറന്നു കളഞ്ഞു. ഈ രണ്ട് കൂട്ടരിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്? സ്തോത്രം. ഒഴിഞ്ഞു മാറുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ സ്തോത്രം മറന്നു കളയുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ സ്തോത്രം നമ്മെ ഓർക്കുന്ന അവരുടെ കൂട്ടത്തിലോ? സ്തോത്രം. ഒഴിഞ്ഞു മാറുന്നവരുടെ കൂട്ടത്തിലാണ് എങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കയറുകൾ കെട്ടപ്പെട്ട് തന്നെ ഇരിക്കും. സ്തോത്രം. എന്നാൽ ആലയത്തെക്കുറിച്ച് എരിവുള്ളവൻ, ഹല്ലേലൂയ, നിങ്ങളോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്നവരുടെ ഹല്ലേലൂയ സ്ഥിതിഗതികളെ കുറിച്ച് ആരാഞ്ഞറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് സ്ഥിതിഗതികളുണ്ട് എങ്കിൽ അതിനുവേണ്ടി മനസ്സലിയുന്ന ഒരു നെഹമ്യാവാണ് എങ്കിൽ, അല്ലയോ നെഹമ്യാവേ, നിന്റെ കയറുകൾ, ദുഷ്ടൻ നിന്നെ കെട്ടിയ കയറുകൾ ദൈവം അറുത്തുകളയും. ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ബന്ധുജനം ഒഴിഞ്ഞു പോകുമ്പോഴും ഹല്ലേലൂയ അവരെ സ്നേഹിതന്മാർ മറന്നു കളഞ്ഞാലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്നേഹിതനുണ്ട്, ഒരു ബന്ധുവുണ്ട്. അത് സാക്ഷാൽ യേശു അത്രേ. മാത്രം. അടുത്ത വായിച്ചാട്ടെ. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ശ്രദ്ധിക്കണേ, ആ ഭാഗം ഒന്ന് നിർത്തി വായിക്കണം. സ്തോത്രം. ഇയ്യോബ് പറയുന്ന പദമാണ്. വായിച്ചാട്ടെ. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. ഈ ലോകത്തിലെ സകല സ്നേഹിതന്മാരും എന്നെ നിങ്ങളെ മറന്നു കളയും. അടുത്ത് എന്റെ വീട്ടിൽ പാർക്കുന്ന ശ്രദ്ധിക്കണേ, ഇയ്യോബിന്റെ വീട്ടിൽ പാർക്കുന്ന എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഉടമസ്ഥനായിരിക്കുന്ന, വീട്ടിന്റെ ഉടയവനായിരിക്കുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, സ്തോത്രം, വീട്ടിൽ തകർച്ചകളും മരണങ്ങളും സംഭവിച്ചപ്പോൾ ആ ഭവനത്തിലെ ദാസി, ആ ഭവനത്തിലെ വേലക്കാരൻ ഹല്ലേലൂയ യജമാനെന്ന് നോക്കാതെ ഇയ്യോബിനെ
അന്യനായി എണ്ണുന്നു. സ്തോത്രം. ഇയ്യോബ് അന്യനാണോ? ഇയ്യോബ് യജമാനനാണ്. പക്ഷേ ദാസി വേലക്കാരി പോലും ഇയ്യോബിനെ മാനിക്കുന്നില്ല, ഇയ്യോബിന് ബഹുമാനം കൊടുക്കുന്നില്ല, അന്യനായി എണ്ണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ കൂടപ്പിറപ്പായിരിക്കട്ടെ, നിന്റെ ഭർത്താവാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, നിന്നെ അന്യനായി എണ്ണുന്നു. സ്തോത്രം. അന്യനായി എണ്ണുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിന്നെ അന്യനായി എണ്ണുന്ന ചില കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടുകെട്ടിനകത്ത് നീ, ഹല്ലേലൂയ, അവ കെട്ടപ്പെട്ടവള. ഇന്ന് രാത്രി ആ കെട്ടുകളെ സ്വർഗം അഴിച്ചു മാറ്റുന്ന ഒരു രാത്രിയായി ഈ രാത്രി. അന്യായമായി എണ്ണുന്ന, ഹല്ലേലൂയ, സകല കൂട്ടുകെട്ടുകളും പുറത്തു പോകട്ടെ. സ്തോത്രം. ദുഷ്ടന്റെ കെട്ടിനെ അറുത്തു കളയണം. അടുത്ത് ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ആമേൻ. അന്യനായി എണ്ണുന്നു. 2, ഞാൻ അവർക്ക് പരദേശിയായിട്ട് തോന്നുന്നു. സ്തോത്രം. സ്വദേശിയായിരുന്നത്, സ്വന്തമായി വീട് ഉള്ളത്, സ്വന്തമായി വാഹനമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മുമ്പിൽ ഇയ്യോബ് ഒരു പരദേശിയാണ്. വീടില്ലാത്തവൻ, മക്കളില്ലാത്തവൻ, കുറവുകൾ ഉള്ളവൻ, ഇല്ലായ്മക്കാരനായിട്ട് ഇയ്യോബിനെ അവർ കാണുവാൻ ഇടയാത്തിരുന്നു. അടുത്ത് ഞാൻ എന്റെ ദാസനെ വിളിച്ചു. അവൻ വിളി കേൾക്കുന്നില്ല. സ്തോത്രം. കാശുള്ള സമയത്ത്, അധികാരമുള്ള സമയത്ത് ദാസനെ വിളിച്ചാൽ ദാസൻ ഇയ്യോബിന്റെ വിളി കേൾക്കുവാൻ ചെവി കൂർപ്പിച്ചു വെക്കുമായിരുന്നു. സ്തോത്രം. ഇന്ന് അധികാരം നഷ്ടപ്പെട്ട് അതിന്, സ്തോത്രം, ദേഹമാസകല മൃണവും പിടിച്ചിരിക്കുന്ന ഇയ്യോബിന്റെ വിളി കേൾക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് എന്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. വല്ലതും തരണമേ എന്ന് ഇയ്യോബ് യാചിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനിടയാത്തുന്നു. സ്തോത്രം. കൽപ്പിക്കേണ്ടവൻ, ദുഷ്ടൻ അവനെ കെട്ടിയാൽ അവൻ യാചിക്കണം. ഹല്ലേലൂയ. ദൈവം ദുഷ്ടന്റെ കയറിനെ അറുത്ത് കളഞ്ഞാൽ യാചിക്കേണ്ടവനല്ല ഞാനും നിങ്ങളും, കൽപ്പിക്കേണ്ടവനാണ്. യേശുവിന്റെ നാമത്തിൽ ഏത് രോഗാത്മാവിനെയും യാചിക്കുവാനല്ല, പിശാചിനോട് യാചിക്കുവാനല്ല, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുവാൻ ദൈവം നമുക്ക് അധികം നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഞാനും നിങ്ങൾ ഒരു വലിയോ വല്ല അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ യാചിക്കുകയാണ്. സ്തോത്രം. ഒരു ഭിക്ഷക്കാരനെ പോലെ യാചിക്കുകയാണ്. ഒരു വിടുതലിന് വേണ്ടി നമ്മൾ യാചിക്കുക. ദൈവം അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ കൽപ്പിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ. കൽപ്പിക്കേണ്ടവന്റെ ഉറച്ച ശബ്ദത്തെ, അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ദാസന്മാർ, വേലക്കാർ, ആമേൻ, ഈ ദുഷ്ടന്മാരുടെ, ഈ പരീക്ഷകളുടെ കെട്ട് പൊട്ടിയാൽ ഇയ്യോബ് അധികാരിയായി എഴുന്നേൽക്കുവാൻ ഇടയാത്തീരും. ഈ കെട്ട് ഉള്ളിടത്ത് കാലം വരെയും ബന്ധുജനത്തിന്റെ കെട്ട്, സ്നേഹിതന്മാരുടെ കെട്ട്, ദാസന്മാരുടെ കെട്ട്, വേലക്കാരുടെ കെട്ട് ഇയ്യോബിന്മേൽ കെട്ടിവെച്ചാൽ അവന് പ്രകാശിക്കുവാൻ കഴിയത്തില്ല, അവന് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല, അവന് കൽപ്പിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. ആമേൻ. നിങ്ങൾ ഉറങ്ങുകയാണ് എങ്കിൽ ഈ ദൂത് കേട്ട് ഉറങ്ങിയിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഈ വചനങ്ങൾ ഉള്ളിൽ കയറിയാൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. തീർച്ച തന്നെ. സ്തോത്രം. ദുഷ്ടന്റെ കയറുകളെ ദൈവം അറുത്തുകളയും, നീതിമാൻ അറുത്തുകളയും. എന്നേക്കുമായി ചില കയറുകൾ, ചില കെട്ടുകൾ അറുത്തു കളയട്ടെ. അടുത്ത് എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും എന്റെ യാചന എന്റെ ഉടപ്പിറന്നവർക്ക് അറപ്പമായിരിക്കുന്നു. ശ്രദ്ധിക്കണേ. ഇയ്യോബിന്റെ ശ്വാസം, ഭർത്താവിന്റെ ശ്വാസം ഭാര്യയ്ക്ക് അസഖ്യമാകുന്നു. സ്തോത്രം. സ്തോത്രം.
ഹല്ലേലൂയ. ആമേൻ. സ്നേഹത്തോടെ സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിനകത്ത് പ്രവേശിച്ചു. സ്തോത്രം. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സ്തോത്രം. ആത്മീകരും തമ്മിൽ സ്തോത്രം. ഇയ്യോബിന്റെ ഭാര്യ ആരാണ്? ആത്മീയത്തിൽ വളർന്നവളാണ്. ഇയ്യോബ് ആരാണ്? ആത്മീയനാണ്. സ്തോത്രം. അവർ തമ്മിൽ സ്നേഹിച്ചു. അവർ തമ്മിൽ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. മാനിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷകൾ, സ്തോത്രം, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, വിലപിടിപ്പുള്ള സാരികൾ, ഹല്ലേലൂയ, കട്ടിലുകൾ എന്ന് വേണ്ട എല്ലാം അവരെ ഭവനത്തിനകത്ത് ആരാധനകളും യാഗങ്ങളും കഴിച്ചപ്പോൾ തലമുറകളെ കൊടുത്തു. സ്തോത്രം. നിരവധി ഭവനങ്ങളിൽ നിരവധി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പുരുഷനും സ്ത്രീക്കും മാതാപിതാക്കൾക്കും മക്കൾ ലഭിക്കാതിരുന്നപ്പോൾ ഇയ്യോബിന് ഹല്ലേലൂയ മക്കളെ നൽകി. വാഹനമില്ലാതിരുന്നപ്പോൾ വാഹനം കൊടുത്തു. ദാസന്മാരെ കൊടുത്തു. അതിന്റെ പിന്നിൽ ഇയ്യോബിന്റെ ഭാര്യയും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ദേശത്ത് ഹല്ലേലൂയ വിലപിടിപ്പുള്ളവരായി മാറുവാൻ, മാനിക്കപ്പെട്ടവരായി മാറുവാൻ, നേരുള്ളവരായി മാറുവാൻ, ഭക്തരായി മാറുവാൻ കഴിഞ്ഞു. പക്ഷേ ഇയ്യോബിന്റെ വിഷയം കടന്നു വന്നപ്പോൾ, ചില തകർച്ചകൾ കടന്നു വന്നപ്പോൾ, ചില അസ്വസ്ഥതകൾ കടന്നു വന്നപ്പോൾ, ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഇയ്യോബിന്റെ ശ്വാസം അസംഖ്യമായി തോന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്വസിക്കുന്ന ശ്വാസത്തിന് പോലും ഒരു വേർതിരിവ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമേ. കുടുംബ വിഷയത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് ഇന്ന് രാത്രി ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഒരുമിച്ച് ഒരേ റൂമിൽ, ഒരുമിച്ച് ഒരേ വാഹനത്തിൽ, ഒരുമിച്ച് ഹല്ലേലൂയ ഒരു പ്ലേറ്റിൽ ആഹാരം കഴിക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ അവരുടെ ശ്വാസത്തിനകത്ത് ഒരു അസംഖ്യതയുണ്ട്, ഒരു വെറുപ്പുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിളക്ക ചിരിക്കുന്നവളായിരിക്കാം. ഇന്ന് രാത്രി നീ ആരാധിക്കുന്നവരായിരിക്കാം. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുന്നവരായിരിക്കാം. പക്ഷേ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ഒരു വെറുപ്പ്. ഹല്ലേലൂയ. ഭർത്താവിന്റെ ശ്വാസത്തിനകത്ത് ഒരു വെറുപ്പ്. ആമേൻ. ഭാര്യയുടെ ശ്വാസത്തിനകത്ത് ഭർത്താവിന് വെറുപ്പെന്ന്. ഹല്ലേലൂയ. ഈ വെറുപ്പോടുകൂടെ കുടുംബ ജീവിതം നയിച്ചാൽ ദുഷ്ടന്റെ കെട്ട് നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി ദുഷ്ടന്റെ ആധിപത്യങ്ങൾ, ദുഷ്ടന്റെ കയറുകൾ, അവൻ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിന്റെ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴക്കുകൾ, പ്രശ്നങ്ങൾ, തകർച്ചകൾ, അടികൾ, കാലകയറ്റങ്ങൾ அந்த பெண்ணு வளர்ച്ച காரியம், ചില പിണക്കങ്ങൾ, മറ്റുള്ള മുമ്പ് നിനക്കൊരു ചിരിയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഇയ്യോബേ, നിന്റെ ശ്വാസത്തെ വരെ അസംഖ്യമായി എണ്ണുന്ന ഭാര്യയുടെ ശ്വാസത്തെ വെറുക്കുന്ന ഭർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ സ്തോത്രം, ഈ കുടുംബം എവിടെ ചെന്നെത്തും? ആമേൻ. കുടുംബം എന്ന വാക്ക് അർത്ഥം കൂടും ഒളിമ്പോ എന്നാണല്ലോ. സ്തോത്രം. കുടുംബത്തിനകത്ത് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, ആരാധനയുണ്ട്, അനുഗ്രഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇയ്യോബിന്റെ ശ്വാസത്തെ വരെ വെറുക്കുന്ന ഭാര്യയുടെ സാമീപ്യത്തെ വെറുക്കുന്ന ഭർത്താവ്. ഈ കൂട്ടർ ഒന്നിച്ചു പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ കുടുംബത്തിനകത്ത് ഭർത്താവും ഭാര്യയും പരസ്പരം വിശ്വസിച്ച്, പരസ്പരം സഹകരിച്ച്, ഒരു ഈഗോ ഇല്ലാതെ സ്തോത്രം മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. നിങ്ങളെ കണ്ട് തലമുറകൾ വളർന്നു വരട്ടെ. സ്തോത്രം. എന്തിനാ ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിന്റെ ശ്വാസത്തെ ഇത്രത്തോളം വെറുക്കുന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇയ്യോബ് മുൻകാലങ്ങളിൽ നന്നായി കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ഒരു രാജാവിനെ പോലെ
ഒരു പ്രമാണിയെ പോലെ അവൻ നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അവന് കുളിക്കുവാൻ സമയമില്ല, സ്തോത്രം, ഭക്ഷിക്കുവാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. കാരണം വല്ലാത്തൊരു രോഗം അവനെ പിടിച്ചു വച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു ദുഷ്ടനാകുന്ന പിശാച് ഇയ്യോബിനെ നോട്ടമിട്ട് അവനെ പിടിച്ചു വച്ചിരിക്കുന്നു. അവന്റെ തലമുറകളെ, അവന്റെ സമ്പത്തുകളെ, അവന്റെ വരുമാനത്തെ ഹല്ലേലൂയ ആമേൻ മൊത്തത്തിൽ അവൻ കീഴടക്കി വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് ഒരു രോഗത്തിന് അടിമയാ, നിന്റെ ഭാര്യ ഒരു രോഗത്തിന് അടിമയാ. കാരണം മറ്റൊന്നുമല്ല, ദുഷ്ടന്റെ കെട്ട് നിന്റെ കുടുംബത്തെ കെട്ടിവച്ചിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിന്റെ കുടുംബത്തിനകത്ത് പോകുമ്പോൾ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിടുതൽ നിനക്ക് ദർശിക്കുവാൻ പോയ കൃപ കൃപ. അവൻ ആദ്യമൊക്കെ ഇയ്യോബിനെ കാണുമ്പോഴൊക്കെ ഇയ്യോബിന്റെ ഭാര്യ യജമാനനെ സ്തോത്രം ഭയങ്കരമായ തല ഉനിച്ച് വണങ്ങി സ്വീകരിക്കും. പക്ഷെ ഇയ്യോബ് ദേഹമാസകനെ ചൊറിയും പിടിച്ച് വരുമാനമില്ലാതെ ഇരിക്കുന്ന ഇയ്യോബിനെ കാണുമ്പോൾ ആമേൻ ഇയ്യോബിന്റെ സാമീപ്യം അവർക്ക് ശിതപോയ അസഖ്യമാകുന്നു. സ്തോത്രം. സഹിക്കുവാൻ പറ്റുന്നില്ല. ആമേൻ ഇയ്യോബിനോട് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടല്ലേ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത്? സ്തോത്രം. ഇതുകൊണ്ടല്ലേ കുടുംബ കോടതിയിൽ വക്കീൽമാർ നിങ്ങളുടെ നന്മകളെ അവൻ കൊണ്ടുപോകുന്നത്? സ്തോത്രം. കുടുംബ കോടതിക്കകത്ത് നമ്മൾ നോക്കിയാൽ അവൻ ഒരുപാട് വിഷയങ്ങൾ, സ്തോത്രം, നമ്മൾ അത് കുടുംബ കോടതിയിലെ വക്കീലുമാരെ പോറ്റി പുലർത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ദേശത്തിനകത്ത് ഹല്ലേലൂയ ഇത്തരത്തിലുള്ള കുടുംബ സ്തോത്രം കോടതികളിൽ പോകുന്നത് വരുന്നതൊക്കെയും നൃത്തം ചെയ്യുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മനുഷ്യനാൽ തിരഞ്ഞെടുക്കുന്നതല്ല ഭാര്യയും ഭർത്താവിനെയും, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായ കുടുംബത്തെ, വിവാഹബന്ധത്തെ സ്നേഹമെന്ന മുപ്പൊരു ചരടുകൊണ്ട് കെട്ടിയിരിക്കുന്ന ഈ കെട്ടിനെ അഴിച്ചിട്ട് ദുഷ്ടൻ വേറൊരു കെട്ട് കെട്ടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. തലമുറയെ വഹിച്ച്, ഭർത്താവിനെ വഹിച്ച്, ഭാര്യയെ വഹിച്ച്, കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബം സുസ്ഥിരമായിരിക്കും, കെട്ടുറപ്പുള്ള ഒരു കുടുംബമായിരിക്കും. അടുത്ത് പിള്ളേരും എന്നെ നിരസിക്കുന്നു. ആമേൻ. യോ വിചാരിച്ചു മുതിർന്നവരുടെ കാര്യമാണിതെന്ന്. പക്ഷെ പിള്ളേരും യോബിനെ സ്തോത്രം ദുഷ്ടൻ ഒരു കെട്ട് കെട്ടിയാൽ സ്തോത്രം പിള്ളേരും യോബിനെ നിരസിക്കുന്നു. അടുത്ത് ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോബ് മുൻകാലങ്ങളിൽ എഴുന്നേറ്റാൽ എല്ലാവരും ഭയങ്കര ഭയമായിരുന്നു. സ്തോത്രം. അമ്മമാരെല്ലാം പിള്ളേരെടുത്ത് പറയും, അതാ ഇയ്യോബ് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചോര കഴിക്കാതിരിക്കുന്ന ഇപ്പൊ ശാലേവിന്റെ അടുത്ത് അമ്മ സ്തോത്രം ശാലേവിന്റെ അമ്മ ആൻസി പറയും, അവർ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും മണ്ണോ പൊക്കോ ഉള്ള ഒരാളെ പേര് പറഞ്ഞിട്ട് പറയും, അതാ ഇന്ന ആള് വരുന്നു. സ്തോത്രം. പെട്ടെന്ന് ശാലേവ് എന്ത് ചെയ്യും? പേടിച്ച് ആഹാരം കഴിക്കും. ഇല്ലേ? നിങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വളരെ സാധുവായ വ്യക്തിയായിരിക്കാം. പക്ഷെ ശാലേവിനെ അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയും, അതാ ഉമ്മാച്ചി വരുന്നു, അതാ ഇന്നാള് വരുന്നു, അതാ അത് വരുന്നു, ഇത് വരുന്നു പറയുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഉമ്മാക്കി അറിഞ്ഞൂടാ, മൃഗത്തെ അറിയണ്ട, മനുഷ്യരെ ആരും അറിഞ്ഞൂടാ. സ്തോത്രം. നിങ്ങൾ ചാടി വീണ് അവരെ കഴിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലടത്ത് പറയും, ഇന്ന ഭക്ഷണം ഭക്ഷിച്ചാൽ നീ നന്നായിട്ട് വെളുക്കും. ഓ, പിന്നെ അവൻ വെളുക്കാൻ വേണ്ടി, കറുത്തവനാണെങ്കിൽ വെളുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കും. ചിലടത്ത് പറയും, ഇന്ന ഭക്ഷണം പക്ഷെ നീ പൊക്കം വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഭയഭക്തിയോടെ പേടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഇയ്യോബിനെ കണ്ടാൽ ഹല്ലേലൂയ
ഹല്ലേലൂയ. ഇയ്യോബിന്റെ കഷ്ടതയിൽ, പ്രതികൂലത്തിൽ ദുഷ്ടൻ ഇയ്യോബിന്റെ മേൽ സ്വാധീനം ചെലുത്തിയപ്പോൾ സകല മാന്യതകളും ഇയ്യോബിന് നഷ്ടപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിള്ളേര് പോലും കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ ആമേൻ ഇയ്യോബ് വരുന്നത് കണ്ടാൽ പിള്ളേരൊക്കെ ചാടി എഴുന്നേൽക്കുമായിരുന്നു. സ്കൂളിൽ അധ്യാപകൻ കടന്നു വരുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നത് പോലെ ഇന്ന് അല്ലെങ്കിൽ ഇയ്യോബ് എന്ന വ്യക്തി അതുവഴി കടന്നു പോയാൽ ഒരൊറ്റയിട തിരിഞ്ഞു നോക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന് അതുവഴി കടന്നു പോയാൽ കാലിട്ടിരിക്കുന്ന ജനത. സ്തോത്രം. ഒരു പ്രൈസിനോട് പറയുവാൻ കഴിയുന്നില്ല, കളിയാക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇയ്യോബ് ആരാ? പുരോഹിതനാണ്. ഇയ്യോബ് ആരാ? ഭക്തനാണ്. പക്ഷേ ഇയ്യോബിനെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ പോലും എഴുന്നേൽക്കുന്നതിൽ അടുത്ത്. എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും ശ്രദ്ധിക്കട്ടെ, എന്റെ പ്രാണ സ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. എന്നെ വെറുക്കുന്നു. സ്തോത്രം. പ്രാണമൂല്യം സ്നേഹിച്ചവർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, മരണം വരെയും ഞങ്ങളുടെ ബന്ധം പിരികയില്ല, മരണത്താൽ മാത്രമേ ഞങ്ങളുടെ ബന്ധം പിരികയുള്ളൂ എന്ന് പറഞ്ഞവർ പോലും എന്നെ വെറുക്കുന്നു. സ്തോത്രം. അവർ പോലും വെറുക്കുന്നു. ഈ പിശാച് കൊള്ളാലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പിശാച് നമ്മുടെ കുടുംബത്തിനകത്ത് വാണാൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ പിശാച് കയറിയാൽ കെട്ട് മുറുകും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പിശാച് കെട്ടിയ കെട്ടിന്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. സ്നേഹിതന്മാർ പോലും, എന്നെ വെറുക്കുന്നു. ആമേൻ, യോ പറയുന്ന സ്നേഹിതന്മാർ പോലും എന്നെ വെറുക്കുന്നു. ആമേൻ. എന്റെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി ജീവൻ കൊടുത്ത് സ്നേഹിച്ചവർ, സ്തോത്രം, ജീവൻ കൊടുത്ത് സംരക്ഷിച്ചവർ, അവർ പോലും എന്നെ വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും സാങ്കുട്ടിയങ്ങളും തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലാണ് എങ്കിൽ മൂന്നാമനായിരിക്കുന്ന പിശാച് അതിനകത്ത് കയറിയാൽ മാത്രമേ നമ്മുടെ ബന്ധം തകരൂ. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? ആമേൻ. എന്നെയും സാങ്കുട്ടിയങ്ങളുടെയും ബന്ധം മനസ്സിലാക്കിയാൽ, നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ദൃഢത മനസ്സിലാക്കിയാൽ, സ്റ്റെവി പറയും ഇവരുടെ രണ്ടുപേരുടെ സ്നേഹത്തെ തെറ്റിച്ച്, ആമേൻ, അല്ലേ? ഒന്നുകിൽ എന്റെ അടുത്ത് അല്ലെങ്കിൽ സാങ്കുട്ടിയങ്ങളുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരെ കുറിച്ച് ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തിയാൽ എത്ര വലിയ ബന്ധവും. സ്തോത്രം. അങ്ങനെയുള്ള വിരുദ്ധന്മാരും നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീത്വമുണ്ട്, എല്ലാ സ്ത്രീകളിലും ഒരു പുരുഷത്വമുണ്ട്. സ്തോത്രം. കാരണം ദൈവം ആണും പെണ്ണുമായിട്ട് അതവരെ സൃഷ്ടിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ എല്ലാ പുരുഷനും ഒരു സ്ത്രീത്വമുണ്ട്. നൂണ സ്ത്രീയുടെ മറ്റു ലക്ഷണമാണ് നൂണ. ഹല്ലേലൂയ. അപ്പൊ പുരുഷന്റെ ലക്ഷണം എന്താണ്? സ്ത്രീയുടെ ലക്ഷണം എന്ന് പറയുമ്പോൾ നൂണ. സ്തോത്രം. അപ്പൊ സ്ത്രീക്കൊരു പുരുഷത്വമുണ്ട്. എന്ത് വിഷയം വന്നാലും തന്റെ ഇടത്തോടുകൂടെ കൈകാര്യം ചെയ്ത പുരുഷത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷത്വമുള്ളത് ഒരു ഹല്ലേലൂയ പറ. എന്റെ ഭാര്യയ്ക്ക് അതില്ല. സ്തോത്രം. ആൻസിക്കും, ആൻസിന്റെ കൈ കുഞ്ഞുങ്ങളോട് അമ്മ വെറുതെ ഇടാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. അപ്പൊ പുരുഷത്തിന്റെ ആത്മാവ് നമുക്ക് വേണം. സ്ത്രീത്വം എന്ന് പറയുന്നത് വമ്പ് പറയുന്നതും ഏക്ഷണി പറയുന്നതും കലഹം ഉണ്ടാക്കുവാനും, സ്തോത്രം, അവർക്ക് സ്ത്രീത്വത്തിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പുരുഷത്വം കാണിപ്പീൻ. ഒരു സഭയോട് പറയുന്നത് കൂട്ടയണി ഉണ്ടാക്കാതെ പുരുഷത്വം നിങ്ങൾ അടിക്ക്. അടുത്ത ഭാഗം. എന്റെ അസ്ഥി ത്വക്കിനോട് മാംസത്തോടും പറ്റിയിരിക്കുന്നു. ദുഷ്ടന്റെ കെട്ട് നിമിത്തമായി എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. ശത്രു എന്നെ നിങ്ങളെ കെട്ടിയാൽ അസ്ഥിയെ ബാധിക്കും, ത്വക്കിനെ ബാധിക്കും, മാംസത്തെ ബാധിക്കും. ശത്രുവിന്റെ കെട്ടിന്റെ കാഠിന്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് റബ്ബറോ മറ്റെന്തെങ്കിലും മരം ഉണ്ടെങ്കിൽ ഒരു കയറെടുത്തോ കമ്പി എടുത്തോ കെട്ടിവെക്കണം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ അറിയാം ആ കെട്ടിന്റെ
അത് ബലം എന്തെന്ന്. സ്തോത്രം. തൊലിയും കടന്ന് അല്ലേ, സ്തോത്രം. അതിന്റെ മരത്തിന്റെ ആ കാതിലും പോയി ആ മരം ഒടിഞ്ഞു പോകും. സ്തോത്രം. അങ്ങനെയല്ലേ മക്കളെ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദുഷ്ടൻ എന്നെയും നിങ്ങളെയും കെട്ടിയാൽ, സ്തോത്രം, അസ്ഥിയും ത്വക്കും മാംസവും തോടും അത് നീയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അസ്ഥിയെ ബലപ്പെടുത്തുന്ന, ത്വക്കിനെ നശിപ്പിക്കുന്ന, മാംസത്തെ നശിപ്പിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയണം. ഈ ദുഷ്ടന്റെ കെട്ട് അഴിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ത്വക്കിനെയും മാംസത്തെയും അസ്ഥിയെയും കെട്ടിവെച്ച കെട്ട് ഇന്ന് രാത്രി അഴിയണം. ആമേൻ. അഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. ദൈവം നീതിമാനാണ്. ദൈവം കെട്ടുകളെ അറുത്തുകളയും. ദുഷ്ടൻ കെട്ടിയാൽ അസ്ഥി, മാംസം, ത്വക്ക്, ഈ മൂന്നിനെ അവൻ കാഴ്ചയിൽ നിസ്സാരമായൊരു കെട്ട്. ഹല്ലേലൂയ. ത്വക്കിനെ മാത്രം ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അടുത്ത് പറയുന്നു അത് മാംസത്തെ ബാധിക്കും. അടുത്ത് പറയുന്നു അത് അസ്ഥിയെ ബാധിക്കും. സ്തോത്രം. ഈ മൂന്ന് കെട്ടാണ് ശത്രു കെട്ടുന്നത്. അടുത്ത് പല്ലിന്റെ മോണയോട് ഞാൻ ശേഷിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഇയ്യോബ് പല്ലൊക്കെ നഷ്ടപ്പെട്ട് മോണയോടുകൂടെ അനർത്ഥം. ഈ കെട്ട് വന്നാൽ പല്ല് കൊഴിഞ്ഞു പോയ വൃദ്ധനായി വൃദ്ധയായി മാറും. സ്തോത്രം. ഈ കെട്ടുള്ളവന് ചിരിക്കാൻ പറ്റത്തില്ല. ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല്ലില്ലാത്ത ഞാൻ ചിരിച്ചാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം, സ്തോത്രം, എന്നെ നോക്കി ചിരിക്കാനിടയാത്തിരും. സ്തോത്രം. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗൗരവമായൊരു വിഷയം പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചോണ്ടിയ കാര്യം, പല്ലില്ലാത്ത ഞാൻ മോണയോടുകൂടെ നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ, സ്തോത്രം, നിങ്ങൾ വാതോരാതെ ചിരിക്കും. ഇന്ന് രാത്രിയിൽ ഇയ്യോബിന്റെ പല്ലുകളെ തകർത്ത ഒരു പിശാച്, ചിരിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചില പല്ലുകളെ തകർത്ത പിശാച്, കൃപ കൃപ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. വീട്ടിൽ നിന്ന സമയത്ത് നീ ഒത്തിരി ചിരിച്ചു. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സന്തോഷം, അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം അപ്പന്റെയും അമ്മയുടെയും വീടാണ്, അപ്പന്റെയും അമ്മയുടെ തണലാണ്. അവിടെ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് പ്രതീക്ഷയോടെ ഭർത്താവിന്റെ ഗൃഹത്തിനകത്ത് പോയാൽ അവൾക്ക് അവിടെ സന്തോഷിക്കണമെന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ ദേശം, എന്റെ വീട്, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ അയൽവക്കാർ, എന്റെ ബന്ധുക്കൾ, എന്റെ സുഹൃത്തുക്കൾ എല്ലാം അടങ്ങുന്നതാണ് ഈ ദേശം, അല്ലേ? സ്തോത്രം. ഷീജ ഇവിടെ ആരാണ്? സ്തോത്രം. ഷീജ എന്തൊക്കെയോ പറഞ്ഞു മനസ്സിലാവും. സ്തോത്രം. ഷീജയുടെ സ്വന്തം ദേശം മഞ്ചവിളാകം, തിരുപ്പല്ലൂർ. അവിടെയാണ് ഷീജയുടെ വീട്, അപ്പൻ, അമ്മ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം ഉണ്ട്, അല്ലേ? സ്തോത്രം. വർഷം മുൻപ് അവളെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ ഷീജ ഇവിടത്തെ ഒരു വാസിയായി, അല്ലേ, മാറി. ഇവിടെയുള്ള ബന്ധങ്ങളെല്ലാം പോയി. സ്തോത്രം. അപ്പൊ ഈ പുരുഷന്റെ, അതായത് എന്റെ ബന്ധുക്കളും എന്റെ വീടും എന്റെ എല്ലാം എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഷീജ വർഷത്തിലൊരിക്കോ, സ്തോത്രം, 6 മാസം ഒരിക്കോ, അല്ലേ, മഞ്ചവിളാകത്ത് പോയി. ഇത് മാത്രം നീതികേടാണിത്. സ്തോത്രം. ക്രൈസ്തവ ചിന്തിച്ചു നോക്ക്. ആമേൻ. ഹല്ലേലൂയ. ക്രൈസ്തവ ചിന്തിച്ചാൽ അന്തവിന്റെ ചിന്തിക്കാത്ത ഒരു ബന്ധവും ഇല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ സകല ബന്ധങ്ങളും വിട്ട് ഒരു സ്ത്രീ പ്രതീക്ഷയോടെ പുരുഷന്റെ വീട്ടിലേക്ക് വരുമ്പോൾ, പുരുഷൻ പല്ല് തകർക്കപ്പെട്ടവനാണ് എങ്കിൽ, സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ പല്ല് തകർക്കപ്പെട്ടവനാണ് എങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ചിരിയായി മാറും. ആമേൻ. സാറയെ പോലെ ഉള്ളു തുറന്ന് സന്തോഷത്തോടെ ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിരിക്കണം. അല്ലയോ സാറമാരെ, നിങ്ങളൊന്ന് ചിരിച്ചാൽ ദൂതൻ അവിടെ നിൽക്കും.
സ്തോത്രം. Amen. ഉള്ളു തുറന്ന നിങ്ങളൊന്ന് ചിരിച്ചാൽ, Hallelujah. മനസ്സ് തുറന്ന് ചിരിച്ചാൽ, ഈ അബ്രഹാമിന്റെ വീട്ടിനകത്താണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങളുടെ ചിരിയെ കാണുവാനും കേൾക്കുവാനും ദൂതന്മാരുണ്ട് എന്ന്. അതിനർത്ഥം നീ ഒറ്റയ്ക്കല്ല, നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന്, ദൈവ സാന്നിധ്യമുണ്ടെന്ന്. ഏത് മേഖലയിലും ഏത് ഇടത്തും നിന്നെ അറിയുവാൻ തക്കവണ്ണം ദൈവ ദൂതന്മാരുള്ളപ്പോൾ നീ എന്തിനാ ചിരിക്കാതിരിക്കുന്നത്? Amen. സ്തോത്രം. Hallelujah. ഉള്ളു തുറന്ന് മനസ്സ് തുറന്നിടം ചിരിക്കണം. ആമേൻ. ബന്ധനത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. സാറയെ ബന്ധിച്ചു വെച്ചിരിക്കുക തലമുറകൾ ലഭിക്കുകയില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. തലമുറകളില്ലാത്തൊരു പേരിൽ അവൾ ബന്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആ ബന്ധനം മാറുന്ന ദുഷ്ടന്റെ കയറ് പൊട്ടുന്ന സ്തോത്രം ദൂത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. ആ ചിരി അവർക്ക് ഇസഹാക്കായി പിറന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത്, നിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞു പിറക്കുക. അവന്റെ പേര് ചിരി, ഇസഹാക്ക്. ഹല്ലേലൂയ. വീട്ടിനകത്ത് ഓടിക്കളിക്കുവാൻ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ ഓടിക്കളിക്കുവാൻ തക്കവണ്ണം ഒരു ഇസഹാക്കിനെ സാറ ഹല്ലേലൂയ അവൻ സ്തോത്രം അവകാശമായി അവർക്ക് ഉദരത്തിൽ ലഭിച്ചുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അവകാശങ്ങൾ നിന്റെ മേൽ ദൈവം തരുവാൻ പോകുകയാ. ഈ അവകാശങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ ഒരുക്കമാണ് എങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പറയാ, നീതിമാനായ ദൈവം പറയാ, ഞാൻ നിന്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. Amen. ദുഷ്ടൻ കെട്ടിയ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ വേഗത്തിൽ. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ, കൃപ തോന്നണമേ. കൃപ തോന്നണമേ. ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. എന്നെ തൊട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Amen. ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൈ നിങ്ങളുടെ തൊട്ടാൽ ചില വിടുതലുകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് അമ്മ നിർത്താം. നമുക്ക് ആ ഭാഗം അടുത്ത ചിന്തിക്കാം. സ്തോത്രം. യെശയ്യാ പ്രവാചക പുസ്തകം 33-ാം അധ്യായം അതിന്റെ 23-24 വരെ ഭാഗം വേഗത്തിൽ വായിച്ചാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 33, 23, 24. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു. അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ, പായ് നിവർത്തിക്കൂടാ, പിടിച്ചു പറിച്ചാൽ വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും. മുടന്തരും കൊള്ളയിടും. സ്തോത്രം. ഇസ്രായേൽ എന്ന ഒരു കപ്പൽ, മുങ്ങി താഴുന്നൊരു കപ്പൽ, സ്തോത്രം, വിലപിടിപ്പുള്ളൊരു കപ്പൽ, സ്തോത്രം, വളരെ സംരക്ഷണമുള്ളൊരു കപ്പൽ. ആ കപ്പൽ 4 ചുറ്റും സമുദ്രത്തിൽ ശക്തികൾ, ഹല്ലേലൂയ, മറ്റ് രാജ്യങ്ങൾ, രാജാക്കന്മാർ, അവർ ഇസ്രായേലിനെ മുക്കിക്കളയുവാൻ, നശിപ്പിക്കുവാനായി അവർ കടന്നു വരികയാണ്. സ്തോത്രം. അവർ നോക്കിയപ്പോൾ പ്രബലനായിരിക്കുന്ന, സന്തോഷവാനായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു കപ്പലായിരിക്കുന്ന, ഒരു വാണിജ്യ കപ്പലായിരിക്കുന്ന, ശാന്ത തുറമുഖത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അവർ കണ്ടു. ഹല്ലേലൂയ. ശാന്തനായിരിക്കുന്ന, ശാന്ത തുറമുഖത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, സ്വസ്ഥതയുടെ പര്യായമായിരിക്കുന്ന, പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ലക്ഷ്യം വെച്ച് കടന്നു വന്നതും, അല്ലെങ്കിൽ ചെങ്കടൽ കടന്ന് മിസ്രയീം ബാധകളെ വിട്ടുമാറി, ഹല്ലേലൂയ, സംഹാരകരെ വിട്ടുമാറി, ഫറവോനും സൈന്യത്തെയും വിട്ടുമാറി, ഹല്ലേലൂയ, ഹൈ പട്ടണത്തെ പിടിച്ചടക്കി അവൻ യോർദാന്റെ ശക്തികളെ തകർത്ത്, എരിഹോവിന്റെ കോട്ടകളെ തകർത്ത് മുന്നോട്ട് ഇറങ്ങി വന്നത് അവൻ ചന്ദ്രനെയും സൂര്യനെയും അവൻ ഹല്ലേലൂയ നിർത്തിച്ചത്. ഹല്ലേലൂയ. സമുദ്രത്തെ വിഭാഗിച്ച് മുന്നോട്ട് ഏറി വന്ന അവൻ ഇസ്രായേൽ മക്കള്, ഇസ്രായേൽ ജനം എന്ന കപ്പലിനെ ഹല്ലേലൂയ അടക്കുവാൻ, ഒതുക്കുവാൻ യുദ്ധശക്തിക്ക് കഴിയത്തില്ല, സമുദ്ര ശക്തിക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു മതിലും കഴിഞ്ഞില്ല, ഒരു രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല. അത്രയും പ്രബലനായിരിക്കുന്ന ഇസ്രായേലിനെ കെട്ടുവാൻ,
ഒറ്റയ്ക്ക് പറ്റാത്തതിന്റെ പേരിൽ ഒരു കൂട്ടം പേർ വൈരികളുടെ പെരുപ്പം നിമിത്തമായി അവർ സമുദ്രത്തിലേക്ക് ബോട്ടുകൾ ഓട്ടിച്ച് കപ്പലുകൾ ഓട്ടിച്ച് യുദ്ധസന്നദ്ധായി വന്നിട്ട് അവർ പ്രകാരം പറഞ്ഞു, ഈ ഇസ്രായേൽ എന്ന കപ്പലിനെ നമുക്ക് നശിപ്പിക്കണം, ഈ ഇസ്രായേൽ എന്ന കപ്പലിനെ നമുക്ക് നശിപ്പിക്കണം. വെള്ളത്തിൽ അവൻ സഞ്ചരിക്കുന്നത് കൊണ്ട് അവരെ വെള്ളം കുടിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ അശൂർ പടയും അത് ബാബിലോൺ പടയും ഒരുമിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ നോക്കിയപ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഹല്ലേലൂയ കാറ്റിനെ പോലും പിടിച്ചു കെട്ടുവാൻ കഴിവുള്ള മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി പറഞ്ഞു, ഹേ സമുദ്രമേ, നീ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചടക്കുമായിരുന്നു എന്ന് വീമ്പളക്കിക്കൊണ്ടുവന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. ഹല്ലേലൂയ. മർസയുടെ ബെൽഷസ്സാർ, മർസയുടെ കോരേശ്, ഹല്ലേലൂയ. അങ്ങനെ എതിരാളികളുടെ എണ്ണം പെരുപ്പം കൂടുതലാ. സ്തോത്രം. ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ആ വാണിജ്യ കപ്പൽ, ആ വിലപിടിപ്പുള്ള കപ്പൽ ശാന്ത തുറമുഖത്തേക്ക് സമാധാനത്തിന്റെ വഴിയിലേക്ക് അത് കടന്നു പോകുമ്പോൾ അവന്റെ പിറകെ വന്ന് അവനെ മുക്കിക്കൊല്ലുവാൻ തക്കവണ്ണം ഒരു കൂട്ടം വൈരികൾ, ഒരു കൂട്ടം ശത്രുക്കൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവർ ഇസ്രായേൽ എന്ന കപ്പലിനെ കെട്ടി ഒതുക്കി വെക്കാൻ ശ്രമിച്ചു. അവരിങ്ങനെ കെട്ടി നിർത്തിയിട്ട് ഹല്ലേലൂയ വാഗ്വാദങ്ങളും ചില സംഭാഷണങ്ങളും ചില ആയുധങ്ങളും കൊണ്ട് ഹല്ലേലൂയ അവരെ വിയട്ടി ഒതുക്കി നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞു. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെയും നിങ്ങളെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദുഷ്ടന്റെ കയറുകളെ, ദുഷ്ടന്റെ പദ്ധതികളെ സ്വർഗം അറുത്തു കളഞ്ഞു. ഹല്ലേലൂയ. അവ ഇസ്രായേൽ എന്ന ജനത്തെ ഹല്ലേലൂയ മുക്കിക്കൊല്ലുവാൻ തക്കവണ്ണം വെള്ളം കുടിപ്പിക്കുവാൻ ഹല്ലേലൂയ കടന്നു വന്ന ജനത്തെ, എതിരാളികളെ സ്വർഗത്തിലെ ദൈവം വെള്ളത്തെ തള്ളിയിട്ടിട്ട് ആമേൻ ഇസ്രായേൽ എന്ന കപ്പൽ ബഹുദൂരം മുൻപോട്ട് പോയി. യേശുവിന്റെ നാമത്തിൽ നീ ഒരു കപ്പലാണോ? ഇന്ന് രാത്രി നിന്റെ യാത്ര ഹല്ലേലൂയ വഞ്ചി പോകുന്നിടത്തല്ല. നീ ഒരു കപ്പലാണോ? വള്ളം പോകുന്ന ഇടത്തല്ല നിന്റെ യാത്ര. കപ്പലിന് പ്രത്യേകിച്ച് ഒരു വഴിയുണ്ട്, കപ്പലിന് പ്രത്യേകിച്ച് ഒരു സ്പീഡുണ്ട്, കപ്പലിന് ഹല്ലേലൂയ ഒത്തിരി അറകളുണ്ട്, കപ്പലിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്, കപ്പലിന് ഹല്ലേലൂയ ഒരു കപ്പിത്താനുണ്ട്, കപ്പലിന് ഹല്ലേലൂയ അപകടം പറ്റിയാൽ സ്തോത്രം ഹല്ലേലൂയ നിനക്കൊരു ജാക്കറ്റ് ഉണ്ട്. ഹല്ലേലൂയ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ ഹല്ലേലൂയ നീ ഒരു പരിശുദ്ധാത്മാവിന്റെ തടലിനകത്താടിയെങ്കിൽ അല്ലയോ കപ്പലെ നീ മുങ്ങുകയില്ല. നിന്നെ മുക്കിക്കൊല്ലുവാൻ കടന്നു വന്ന ദുഷ്ടന്റെ കയറുകളെ ഞാൻ എന്നേക്കുമായി അറുത്തു കളഞ്ഞിരിക്കുക. എല്ലാവരും പറഞ്ഞാട്ടെ ഈ രാത്രി പറ നീ നശിക്കണമെന്ന് ആഗ്രഹിച്ച് നിന്നെ മുക്കിക്കൊല്ലുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ശബ്ദപരപര ആശയോടെ കടന്നു വന്ന ദുഷ്ടന്റെ പദ്ധതി, അവന്റെ സകല പദ്ധതികളെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അറുത്തു കളയുക. ഇനി അവൻ ആരെയും കെട്ടുവാൻ അനുവദിക്കയില്ല ദൈവം. അവൻ കെട്ടി വരിഞ്ഞ് നിന്റെ യാത്രയെ, നിന്റെ സ്പീഡിനെ കുറച്ചു കളയുവാൻ, നിന്റെ ഓട്ടത്തെ കുറച്ചു കളയുവാൻ, നിന്റെ ആരാധനയെ കുറയ്ക്കുവാൻ, നിന്റെ പാട്ടിനെ കുറയ്ക്കുവാൻ, നിന്റെ കയ്യടിയെ കുറയ്ക്കുവാൻ, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തെ കുറയ്ക്കുവാൻ അവൻ കെട്ടിവച്ചിരിക്കുക. ഇന്നല്ല നാളുകളായി അവൻ നോട്ടമിട്ട് കെട്ടി നിമിത്തമായി നിനക്ക് മനസ്സ് തുറന്ന് ചിരിച്ച് സന്തോഷിച്ച് ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമേ ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചുകൂടെ. ദൈവം പറയാ ഞാൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞു. കൃപ 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 ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞു. ഇന്ന് രാത്രി ദുഷ്ടന്റെ കയറുകളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ദൈവം അതിനെ അറുത്ത് കളയാ. കൃപ 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 മുതലേമസഭയോട് പറയാ ആമേൻ. പ്രാർത്ഥനാ ഗോപുരം, പ്രാർത്ഥനാലയം, യെരൂശലേം ദേവാലയത്തിലേക്ക് യേശു വരുമ്പോൾ കാണുന്ന കാഴ്ച, പ്രാർത്ഥനാലയത്തെ ചന്തയാക്കി മാറ്റിയത്. ആ സ്ഥലത്ത് വന്ന ദൈവം
നിലത്ത് കിടന്ന കയറിനെ ചമ്മട്ടിയാക്കി സകലതിനെയും അടിച്ചു പുറത്താക്കി. കെട്ടപ്പെട്ട് കിടന്ന കയറുകൾ, ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ നിമിത്തമായി കെട്ടപ്പെട്ട് കിടന്ന കയറുകൾ കെട്ടഴിഞ്ഞപ്പോൾ അതൊരു രൂപമാറ്റമുണ്ടായി, അതൊരു ചമ്മട്ടിയായി മാറി. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആർക്കും വേണ്ടാതെ ചെതലച്ച് കിടക്കുന്ന, ദുർബലനാക്കപ്പെട്ട, വെള്ളം വീണാൽ ദുർബലനാകുവാൻ, തീ വീണാൽ ചാമ്പലാകുന്ന കയറുകൊണ്ട് നിന്നെ കെട്ടിയെങ്കിൽ ആ കെട്ട് നിലത്ത് വീണപ്പോൾ, ആ കയർ ഹല്ലേലൂയ കിടന്നപ്പോൾ, യേശു കയ്യിലെടുത്തപ്പോൾ, ആമേൻ, ആ കയർ ചമ്പട്ടിയായി മാറിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ ശത്രുവിന്റെ മേൽ കെട്ടിയ കെട്ട് അത് അഴിയുമ്പോൾ പുതിയൊരു കൃപയുമായി, പുതിയൊരു ആയുധമായി നീ എഴുന്നേൽക്കുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്കൊരു രൂപമാറ്റം ഉണ്ടാകുക. നിന്റെ ഭവനത്തെ ആര് കെട്ടി ഒതുക്കുവാൻ വെച്ചോ, മന്ത്രവാദത്താലും ക്ഷുദ്രപ്രയോഗത്താലും ആഭിചാരത്താലും ഹല്ലേലൂയ വിളിശാപങ്ങൾ, വിളിദോഷങ്ങൾ, കണ്ടുകൾ, ആഭിചാര, ഭൂതപ്രേത, കാട്ടുവിശ്വാസികളുടെ കടന്നുകയറ്റമാകുന്ന കെട്ടുകള് സ്വർഗം അറുത്ത് കളയുമ്പോൾ നീ അതിന്റെ മേൽ ആധിപത്യത്തോടെ കൽപ്പിച്ച് പുറത്താക്കുവാനുള്ള ഒരു ആയുധമായി നീ മാറുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ രാത്രി പ്രാർത്ഥിക്കാം. ബന്ധുജനം എന്നെ വിട്ടു ഒഴിഞ്ഞു മാറി, സ്നേഹിതന്മാർ എന്നെ അകന്നു മാറി. ഓ, ദൈവം ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞു. നീതിമാനായ ദൈവം ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞു. അവൻ കെട്ടുവാൻ വന്നത്, അവൻ കെട്ടിയത്, ആ കെട്ടിന്റെ കാഠിന്യം ത്വക്കിനെയും മാംസത്തെയും അസ്ഥിയെയും കെട്ടി വരിഞ്ഞു വെച്ചു. ആ കെട്ടുകളെല്ലാം ഇന്ന് രാത്രി പൊട്ടുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സകല കെട്ടുകളും അടിഞ്ഞു മാറട്ടെ. എല്ലാ കണ്ണും അടഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പുറം വരികയാണ്. നാഥ, കെട്ടപ്പെട്ട ജനം കെട്ടുകൾ അടിയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രു കെട്ടിയ കെട്ട് ദൈവം അറുത്തതിനായി സ്തോത്രം. ഇനി തന്നെ ജനം സ്വതന്ത്രമാകട്ടെ. അവിടെ ജീവിതത്തിൽ തലമുറകളെ ബന്ധിച്ചത്, കുടുംബങ്ങളെ ബന്ധിച്ചത്, അവിടെ ആരാധനയെ ബന്ധിച്ച ഭൗതിക വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ, മാനസികമായ വിഷയത്തെ, ശാരീരികമായ വിഷയത്തെ കെട്ടിവെച്ച കെട്ടിനെ സ്വർഗമാർത്തതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം അവർക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി വൻകരണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സംഗീതകാരനോടുകൂടെ ചിന്തിക്കുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തോത്രം. ജനത്തിനെ ഏൽപ്പിക്കുന്നു. ഇത്തരത്തിനായി സ്തോത്രം. എല്ലാവരും ദൈവകൃപയിൽ നിന്നുകൊണ്ട് കെട്ടുകൾ അറുക്കപ്പെട്ടവരായി വീട്ടിൽ പോകാൻ സഹായിക്കണം. തിരുകരേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം.